നമസ്കാരം. മഹാവിഷ്ണു ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമന്റെ അഥവാ രാമചന്ദ്രൻ ജനനം ആഘോഷിക്കുന്ന ഉത്സവമാണ് രാമനവമി. ചൈത്രമാസത്തിന്റെ 9-ാം ദിവസമാണ് ആഘോഷിക്കുന്നത്. ശ്രീരാമക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിൽ പഞ്ചാമൃതം അഭിഷേകം ചെയ്യുന്നതും ധൂപങ്ങളും ദീപങ്ങളും നൈവേദ്യം കൊണ്ട് പൂജകൾ നടത്തുന്നതുമാണ്. നാളത്തെ ദിവസം അതിനാൽ അത്രമേൽ പ്രാധാന്യമുണ്ട്. രാമായണ പാരായണം, പ്രഭാഷണം എന്നിവയും ഉണ്ടാകാറുണ്ട്. ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യയിൽ ഈ ദിവസം പ്രധാനം തന്നെയാണ്. ഭക്തർ സരയൂ നദിയിൽ മുങ്ങിക്കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതുമാണ്. ചിലർ ഉച്ചവരെ വ്രതമെടുത്ത് രാമചരിത മാനസം വായിച്ച ശേഷം ഉച്ചയ്ക്ക് ശ്രീരാമ വിഗ്രഹത്തിൽ അർച്ചനയും ആരതിയും നടത്തുന്നതാണ്. മറ്റു ചിലർ രാമായണ കഥ പുനരാഖ്യാനം ചെയ്യുന്നു. നാടകമായും നൃത്തമായും ഹരികഥയായും ഈ കഥ അവതരിപ്പിക്കുന്നതുമാണ്. മര്യാദ പുരുഷോത്തമൻ എന്ന പേരുകേട്ട ശ്രീരാമസ്വാമിയുടെ ത്യാഗസുരഭിലമാണ് ജീവിതം. മര്യാദ പുരുഷോത്തമൻ എന്ന പേരുകേട്ട ശ്രീരാമസ്വാമിയുടെ ജീവിതം ത്യാഗസുരഭിലമാണ്. സമഭാവനയുടെ സന്ദേശം തരുന്നതുമാണ്. ത്യാഗങ്ങളിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളെയാണ് ശ്രീരാമസ്വാമിയുടെ ജീവിതം പ്രതിനിധാനം ചെയ്യുന്നത്. പട്ടാഭിഷേകത്തിന്റെ തലേന്ന് രാജ്യം ഉപേക്ഷിച്ച് അച്ഛന്റെ വാക്ക് പാലിക്കാനായി കാട്ടിലേക്ക് പോകേണ്ടി വന്ന ശ്രീരാമൻ ഒരു ഉത്തമ പുത്രനാണ് എന്നും നമുക്ക് കാട്ടിത്തരുന്നതാണ്. തീർച്ചയായും നാളത്തെ ദിവസം നമ്മൾ ശരിയായ രീതിയിൽ ആരാധിക്കുകയാണ് എങ്കിൽ ഫലം നിശ്ചയം തന്നെയാണ്. നാളെ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീരാമസ്വാമിയെ വന്ദിക്കുക. ഹരേ രാമ എന്നോ ശ്രീരാമജയം എന്നോ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആദ്യം സമയത്തെക്കുറിച്ച് തന്നെയാണ് പരാമർശിക്കാനായി പോകുന്നത്. നാളെ വെളുപ്പിന് 4 മുതൽ രാവിലെ 10 വരെയുള്ള സമയം ഭഗവാനെ ആരാധിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയങ്ങളിൽ ഒന്നാണ്. ഈ സമയം നിങ്ങൾ ശ്രീരാമജയം എന്ന് 108 തവണ ജപിക്കുന്നത് പോലും ഏറ്റവും വിശേഷമായി കണക്കാക്കാം. കൂടാതെ ഈ സമയം ഭഗവാന് വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയങ്ങളിൽ ഭഗവാന് വിളക്ക് തെളിഞ്ഞിരിക്കുന്നതും ഈ സമയം ഈ നാമം ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. എന്നാൽ വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. പ്രധാനമായും തുളസി തീർത്ഥം നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ വയ്ക്കേണ്ടത് അനിവാര്യമാണ്. കിണ്ടിയിൽ വയ്ക്കാം, അല്ലെങ്കിൽ കിണ്ടിയില്ല എങ്കിൽ മറ്റു പാത്രങ്ങളിൽ വയ്ക്കാം. എന്നാൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ വയ്ക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ നാളെ ഫലങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. വീട്ടിൽ രാമായണം ഉണ്ട് എങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതിനും സന്താനങ്ങൾക്ക് ഉയർച്ച, സന്താന ഭാഗ്യം എന്നിവ വന്നു ചേരുന്നതിനും സഹായകരമാണ് നാളെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത്. സാധിക്കുന്നവർ ആ കാര്യം കൂടി തീർച്ചയായും ചെയ്യുക. കൂടാതെ നാളെ ജപിക്കേണ്ടതായ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രമുണ്ട്. ഈ മന്ത്രം ജപിക്കുന്നതും അതീവ ശുഭകരമാണ്. മന്ത്രം ഇപ്രകാരമാണ്: പൂർവം രാമ തപോവനാനിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹികരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം എന്നാണ്. ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ നാളെ ജപിക്കേണ്ടതായ മന്ത്രമാണ്. ഏവരും ജപിക്കുക. അതിരാവിലെ വിളക്ക് തെളിയിക്കുമ്പോഴും സന്ധ്യാസമയത്തും ജപിക്കുന്നത് ഉത്തമമാണ്. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം: പൂർവം രാമ തപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹികരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം എന്നാണ്. ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കേണ്ടത് അനിവാര്യമാണ്. ഏറ്റവും വിശേഷമാകുന്നു. ഈ മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. പാൽപായസം ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഒരു വസ്തുവാണ്.
അല്ലെങ്കിൽ കാര്യമാണ്. അതിനാൽ പാൽപായസം നാളെ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാകുന്നു. അത് അതിരാവിലെയോ സന്ധ്യയ്ക്കോ ആകാം. 2 നേരം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും ഏറ്റവും വിശേഷമാണ്. അതിനാൽ സാധിക്കുന്നവർ ഈ കാര്യം ചെയ്യുക. ശേഷം കുടുംബാംഗങ്ങൾ ഏവരും അത് സേവിക്കുന്നതും അതീവ ശുഭകരമായി ഭവിക്കും. നാളെ ചില പുഷ്പങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പുഷ്പങ്ങളുടെ കാര്യം കൂടി പരാമർശിക്കാം. വീട്ടിൽ വിരിഞ്ഞ മുല്ല, റോസ്, മഞ്ഞ പൂക്കൾ, വെള്ള അല്ലെങ്കിൽ നീല ശംഖു പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. സർവ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും. നിങ്ങൾ അതിരാവിലെയും സന്ധ്യാസമയത്തും വിളക്ക് തെളിയിക്കുമ്പോൾ ഈ പുഷ്പങ്ങൾ സമർപ്പിച്ചതിന് ശേഷം മന്ത്രങ്ങൾ ജപിക്കുന്നത് അതീവ ശുഭകരമാണ്. നാളെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ക്ഷേത്ര ദർശനം. അടുത്തുള്ള ശ്രീരാമക്ഷേത്രങ്ങളിൽ നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തണം. അതിരാവിലെ തന്നെ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇനി അഥവാ സന്ധ്യയ്ക്കാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് എങ്കിൽ സന്ധ്യയ്ക്കായാലും ദർശനം നടത്തുക. തീർച്ചയായും ദർശനം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു. ഇനി അഥവാ സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ ഒരംഗമെങ്കിലും നാളെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നതും പ്രസാദം വീടുകളിൽ കൊണ്ടുവരുന്നതും ഏറ്റവും ഉത്തമമാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ശക്തിക്കൊത്ത വഴിപാട് നാളെ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. നാളെ ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. കൂടാതെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിശേഷമായി തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തുള്ള രാമക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുക. കൂടാതെ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. നാളത്തെ ദിവസം ഈ കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾ പ്രാധാന്യം നൽകുക. നമ്മുടെ വേദങ്ങളിലെ മറ്റെല്ലാ മന്ത്രങ്ങൾക്കും അവരുടേതായ പേരുകളുണ്ട്. താരകമന്ത്രം എന്ന് വിളിക്കപ്പെടുന്ന ഒരേ ഒരു മന്ത്രമാണ് രാമനാമം. താരക എന്ന വാക്കിന്റെ അർത്ഥം നമ്മെ കടക്കാൻ സഹായിക്കുന്നത് എന്നാണ്. സംസാരം എന്ന സമുദ്രത്തെ കടക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നതാണ്. ജനനമരണ ചക്രങ്ങളെ കടക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നതുമാണ്. രാമ എന്ന് ജപിച്ചാൽ അതൊരു നാമമാണ്. രാം എന്ന് ജപിച്ചാൽ അതൊരു മന്ത്രമാണ്. നമ്മുടെ പുരാതന ഋഷിമാരും രാമനാമത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. രാമനാമത്തിന് നിലവിലുള്ള മറ്റെല്ലാ മന്ത്രങ്ങളുമായും ബന്ധമുണ്ട് എന്നും പരാമർശിച്ചിരിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ നാളെ മറ്റു ചില മന്ത്രങ്ങൾ കൂടി ജപിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. അതിൽ പ്രധാനപ്പെട്ടതായ ഒരു മന്ത്രമാണ് മഹാമന്ത്രം. നാളെ മഹാമന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. മഹാമന്ത്രം ഇപ്രകാരമാണ്: ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ നാമം തീർച്ചയായും നാളെ നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കുന്നതായ ഒരു മന്ത്രം തന്നെയാകുന്നു. രാമനാമം ശരിയായ സ്വരത്തിലും രീതിയിലും ജപിക്കുമ്പോൾ സർപ്പശക്തി ഉയർന്ന് തലയിലോ കപാലത്തിലോ ഇടിക്കുന്നു. അങ്ങനെ രാമനാമം ജപിക്കുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് യോഗിയാകാൻ കഴിയൂ എന്നാണ് പരാമർശിക്കുന്നത്. നാളെ തീർച്ചയായും ഭഗവാനെ ആരാധിക്കേണ്ട, മന്ത്രങ്ങൾ ജപിക്കേണ്ട ദിവസമാണ്. ശരിയായ രീതിയിൽ ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന രീതിയിൽ നാളെ നിങ്ങൾ ഭഗവാനെ ആരാധിക്കുകയാണ് എങ്കിൽ അത് ആ കുടുംബങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകും.